സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിനിൽ മലയാളത്തിൽ നിന്നും തന്നിരിക്കുന്ന മാതൃകാ ചോദ്യങ്ങളാണ്. ഈ ഒരു ക്ലാസ്സിൽ 40 ചോദ്യങ്ങളാണുള്ളത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പദങ്ങളിൽ ശരിയായത് ഏതെല്ലാം? ചുവടെ തന്നിരിക്കുന്ന പദങ്ങളിൽ ശരിയായത് ഏതെല്ലാം? തന്നിരിക്കുന്നു അന്തഃപുരം, അവധൂതൻ, ഗരുഡൻ, ക്രിസ്താബ്ദം. ഇതിൽ ശരിയായത് ഏതെല്ലാം? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഗരുഡൻ, ക്രിസ്താബ്ദം. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പദങ്ങളിൽ തെറ്റായത് ഏതെല്ലാം എന്ന് കണ്ടെത്തുക. തെറ്റായത് ഏതെല്ലാം എന്ന് തന്നിരിക്കുന്നത് നിന്ദിക്കുക, പീഡനം, മുഖാന്തിരം, മുക്തകണ്ഠം. ഇതിൽ തെറ്റായത് ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് തെറ്റായത്. ഓപ്ഷൻ ബി 1, 3. 1, 3 എന്നിവ തെറ്റായതാണ്. അടുത്ത ചോദ്യം, ശരിയായ പദം ഏതെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നത് പങ്കാളിത്തം, മുതലാളിത്തം, ഇസ്ലാം, ഉടമത്തം. ഇതിൽ ശരിയായ പദം ഓപ്ഷൻ സി ആണ് ഉത്തരം, ഇസ്ലാം. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദങ്ങൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. വഞ്ചിക്കുക, ഗളഹസ്തം, ഏകത, ഒട്ടക പക്ഷി. ഇതിൽ ശരിയായിട്ടുള്ള പദം ഓപ്ഷൻ ഡി 2, 4 എന്നിവ ശരിയായിട്ടുള്ള പദങ്ങളാണ്. ഗളഹസ്തം, ഒട്ടക പക്ഷി. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായത് ഏതാണെന്ന് കണ്ടെത്തുക. വാക്യങ്ങൾ തൻ്റേത് മാത്രമായ സ്വകീയമായ അനുഭൂതി മറ്റ് ഇതരന്മാരുടെ അന്തരംഗത്തിൽ പകർത്തി കഴിയുമ്പോഴാണ് കല ചാരിതാർത്ഥമാക്കുന്നത്. ബി, അയാൾ ആഹാരമൊന്നും കഴിക്കാതെ ഒരു ദിവസം മുഴുവൻ നിരാഹാരമിരുന്നു. സുഖം അതിനേക്കാൾ ദുഃഖവും ചേർന്നതാണ് ജീവിതം. അധ്യാപകൻ ആ വാക്യം ഒരു തവണ കൂടി ആവർത്തിക്കുകയും കുട്ടികളോട് പകർത്തിയെടുക്കുവാനും പറഞ്ഞു. ചോദ്യം, ഇതിൽ ശരിയായത് ഏതാണ് എന്നതാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. സുഖവും അതിനേക്കാൾ ദുഃഖവും ചേർന്നതാണ് ജീവിതം. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ വാക്യം ഏതാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നു ബന്ധുക്കളെ കാണുന്നതിനും കാര്യങ്ങൾ പറയുന്നതിനും സൗകര്യമുണ്ട്. സെക്രട്ടറിയെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. ആദ്യം രാധയും പിന്നീട് ലക്ഷ്മിയും വന്നു ചേർന്നു. ഞങ്ങൾ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതി അവസാനത്തേതു മാത്രം പൂർത്തിയാക്കിയില്ല. ഇതിൽ തെറ്റായ വാക്യം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. സെക്രട്ടറിയെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞതാണ് തെറ്റായ വാക്യം. അടുത്ത ചോദ്യം, ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്നതിൻ്റെ മലയാള പരിഭാഷ എന്താണ്? ടെറസ്ട്രിയൽ റേഡിയേഷൻ ഭൗമ വികിരണം. ഭൗമ വികിരണം. ധൃതരാഷ്ട്രരുടെ പുത്രന്മാർ ഒറ്റപ്പദം ഏതാണ്? ധൃതരാഷ്ട്രരുടെ പുത്രന്മാർ ഒറ്റപ്പദം. ഓപ്ഷൻ എ ആണ് ഉത്തരം, ധാർത്തരാഷ്ട്ര. ധാർത്തരാഷ്ട്ര. ഒരു ഉദരത്തിൽ പിറന്ന സഹോദരൻ ഒറ്റപ്പദം ഏതാണ്? ഏകോദര സഹോദരൻ. ഓപ്ഷൻ സി, ഏകോദര സഹോദരൻ. ചുവടെ തന്നിരിക്കുന്ന ഒറ്റപ്പദങ്ങളിൽ തെറ്റായത് ഏതാണ്? തന്നിരിക്കുന്നു മുൻകൂട്ടി കാണാനുള്ള കഴിവ്, ക്രാന്തദർശിത്വം, സുമിത്ര തനയൻ, സൗമിത്രി, കണ്ണുകൊണ്ട് സാക്ഷ്യം വഹിക്കുന്നവൻ, മൂകസാക്ഷി, ന്യായശാസ്ത്രം അറിയുന്നവൻ, ന്യായാധിപൻ. തെറ്റായതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ തെറ്റായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം,
ഒറ്റപ്പദങ്ങളിൽ തെറ്റായത് ഏതെല്ലാമെന്ന് കണ്ടെത്തുക. 1/10 ശതമാനം, അറിയാൻ കഴിയാത്തത് അജ്ഞാതം, ചിന്തിക്കുവാൻ കഴിയാത്തത് അചിന്ത്യം, അക്ഷരജ്ഞാനമില്ലാത്തവൻ സാക്ഷരൻ. ഇതിൽ തെറ്റായത് ഏതെല്ലാം എന്ന് കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റായത് ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ ബി 1, 4 എന്നിവ. 1, 4. അടുത്ത ചോദ്യം, അജാതശത്രു എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? അജാതശത്രു എന്ന പദത്തിന്റെ അർത്ഥം ശത്രുക്കളില്ലാത്തവൻ. ഓപ്ഷൻ സി ശത്രുക്കളില്ലാത്തവൻ. ധനുജൻ എന്ന പദത്തിന്റെ അർത്ഥം ധനുജൻ. 13ാമത്തെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. അസുരൻ. ധനുജൻ എന്ന പദത്തിന്റെ അർത്ഥം അസുരൻ. ശത്രു എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത്. ശത്രു എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഓപ്ഷൻ എ ആണ് സുരൻ. ഓപ്ഷൻ എ സുരൻ. കാർമുഖം എന്ന പദത്തിന്റെ അർത്ഥം കാർമുഖം. വില്ല്. ഓപ്ഷൻ എ വില്ല്. ചുവടെ തന്നിരിക്കുന്ന പദങ്ങൾ വിപരീത പദങ്ങൾ എന്നിവയിൽ തെറ്റായത് ഏതാണ്? പരതന്ത്രം, സ്വതന്ത്രം, പൂർവികം, ആധുനികം, ഐഹികം, പാരത്രികം, ക്ഷണികം, നശ്വരം. വിപരീത പദങ്ങളിൽ തെറ്റായത് ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ക്ഷണികം, നശ്വരം എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റായത്. ഹിതം എന്ന പദത്തിന്റെ വിപരീത പദം എന്താണ്? ഹിതം എന്ന പദത്തിന്റെ വിപരീത പദം അഹിതം. വെറുപ്പ് തോന്നുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? വെറുപ്പ് തോന്നുക എന്നർത്ഥം വരുന്ന ശൈലി ഓപ്ഷൻ എ ആണ് ഉത്തരം. മനം മറിയുക. ഓപ്ഷൻ എ മനം മറിയുക. അനാവശ്യ ചെലവ് ചെയ്ത് നശിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? അനാവശ്യ ചെലവ് ചെയ്ത് നശിപ്പിക്കുക. ഓപ്ഷൻ സി ദീപാളി കുളിക്കുക. ദീപാളി കുളിക്കുക. അനാവശ്യ ചെലവ് ചെയ്ത് നശിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലിയാണ് ദീപാളി കുളിക്കുക. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം എന്താണ്? ശ്ലോകത്തിൽ കഴിക്കുക. സംഗ്രഹിക്കുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സംഗ്രഹിക്കുക. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം സംഗ്രഹിക്കുക. മാരിജ വിദ്യ എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം എന്താണ്? മാരിജ വിദ്യ എന്ന ശൈലിയുടെ ശരിയായിട്ടുള്ള അർത്ഥം ഓപ്ഷൻ എ ആണ് ഉത്തരം. കപടതന്ത്രം. കപടതന്ത്രം. മാരിജ വിദ്യ എന്ന ശൈലിയുടെ ശരിയായ അർത്ഥമാണ് കപടതന്ത്രം. പറയുന്ന ആൾ ഒറ്റപ്പദം ഏതാണ്? പറയുന്ന ആൾ ഒറ്റപ്പദം ഏതാണ്? വക്താവ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. വക്താവ്. പറയുന്ന ആൾ ഓപ്ഷൻ ഡി വക്താവ്. കാണാൻ ആഗ്രഹിക്കുന്നയാൾ സമാന പദം ഏതാണ്? കാണാൻ ആഗ്രഹിക്കുന്നയാൾ സമാന പദം ദിദൃക്ഷു. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ദിദൃക്ഷു. കാണാൻ ആഗ്രഹിക്കുന്ന ആൾ ദിദൃക്ഷു. വാക്ക് പ്ലസ് ധോരണി സമം. വാക്ക് പ്ലസ് ധോരണി സമം ഓപ്ഷൻ സി ആണ് ഉത്തരം. വാഗ്ധോരണി. ഓപ്ഷൻ സി വാഗ്ധോരണി. അടുത്ത ചോദ്യം, ദുരുപയോഗം എന്ന പദം ശരിയായി പിരിച്ചെഴുതുക. ദുരുപയോഗം. എ ആണ് ഉത്തരം. ദു പ്ലസ് ഉപയോഗം. ദുരുപയോഗം. പ്രതി പ്ലസ് ഏകം. പ്രതി പ്ലസ് ഏകം. പ്രത്യേകം. ഓപ്ഷൻ ബി പ്രത്യേകം. പ്രതി പ്ലസ് ഏകം പ്രത്യേകം. നിലവറ എന്ന പദം ശരിയായി പിരിച്ചെഴുതുക. നിലവറ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. നിലം പ്ലസ് അറ. നിലം പ്ലസ് അറ.
അധിഷ്ഠിതം എന്ന പദത്തെ പിരിച്ചെഴുതിയാൽ സന്ധി ഏത്? ആദേശസന്ധി. രാജകൻ എന്ന പദത്തിന്റെ എതിർലിംഗം, രജകൻ എന്ന പദത്തിന്റെ എതിർലിംഗം, രജകൻ. ഓപ്ഷൻ ഡി രജകി. സ്വസ്താവ് എന്നതിന്റെ എതിർലിംഗ പദം, സ്വസ്താവ്. ഭ്രാതാവ്. സ്വസ്താവ് എന്നതിന്റെ എതിർലിംഗ പദം ഭ്രാതാവ്. അന്തർജനം എന്നതിന്റെ എതിർലിംഗ ശബ്ദം, അന്തർജനം. നമ്പൂതിരി. അന്തർജനം എന്നതിന്റെ എതിർലിംഗ ശബ്ദം നമ്പൂതിരി. ആശാരിമാർ എന്ന പദം ഏത് തരം ബഹുവചന രൂപമാണ്? ആശാരിമാർ. പുല്ലിംഗ ബഹുവചനം, പുല്ലിംഗ ബഹുവചനം. കുശവൻ എന്ന പദത്തിന്റെ എതിർലിംഗം, കുശവൻ. കുശവി. രാജാവിനെ പോലെ പ്രജയും എന്നർത്ഥത്തിൽ ശരിയായ ശൈലീ പ്രയോഗം ഏതാണ്? രാജാവിനെ പോലെ പ്രജയും. യഥാ രാജ തഥാ പ്രജ, യഥാ രാജ തഥാ പ്രജ. ഘടക പദങ്ങൾക്ക് തുല്യ പ്രാധാന്യം വരുന്ന സമാസം ഏതാണ്? ദ്വന്ദ്വ സമാസമാണ്. ഘടക പദങ്ങൾക്ക് തുല്യ പ്രാധാന്യം വരുന്ന സമാസം ദ്വന്ദ്വ സമാസം. ക്ഷണനം എന്ന പദത്തിന്റെ അർത്ഥം, ക്ഷണനം. വധിക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം, വധിക്കുക. ഭൃംഗം, ശൃംഗം എന്നീ പദങ്ങളുടെ ശരിയായ അർത്ഥം യഥാക്രമം ഏതെല്ലാമാണ്? ഭൃംഗം വണ്ട്, ശൃംഗം കൊമ്പ്. വിഗ്രഹിക്കുമ്പോൾ ഘടക പദങ്ങൾക്കല്ലാതെ അന്യപദത്തിന് പ്രാധാന്യം വരുന്ന സമാസം. ബഹുവ്രീഹി. വിഗ്രഹിക്കുമ്പോൾ ഘടക പദങ്ങൾക്കല്ലാതെ അന്യപദത്തിന് പ്രാധാന്യം വരുന്ന സമാസമാണ് ബഹുവ്രീഹി. കൈരളി എന്ന പദത്തിന്റെ അർത്ഥം, കൈരളി. മലയാള ഭാഷ. കൈരളി എന്ന പദത്തിന്റെ അർത്ഥം മലയാള ഭാഷ. അവസാനത്തെ ചോദ്യം, പഞ്ചദ്രാവിഡം എന്നറിയപ്പെടുന്നത്, പഞ്ചദ്രാവിഡം. ഓപ്ഷൻ സി ആണ് ഉത്തരം, മലയാളം, തെലുങ്ക്, കന്നഡ, തമിഴ്, തുളു. മലയാളം, തെലുങ്ക്, കന്നഡ, തമിഴ്, തുളു എന്നിവയാണ് പഞ്ചദ്രാവിഡം എന്ന് അറിയപ്പെടുന്നത്. ഈ ഒരു ക്ലാസ്സിൽ 40 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. PSC ബുള്ളറ്റിനിൽ തന്നിരിക്കുന്ന സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.